രുചിയെ നിയന്ത്രിക്കാനും കോപത്തെ നിയന്ത്രിക്കാനും ഒക്കെ നമ്മൾ അത് വായിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ മൂന്നാമത്തെ ശ്ലോകമാണ് വായിക്കുന്നത്. ശ്ലോകം 3. ഉത്സാഹാനിച്ഛയാത് ധൈര്യാത് തത് കർമ്മ പ്രവർത്തനാത് സംഗത്യാഗാത് സദോ വൃത്തെ ഷഡ്ഭിർഭക്തി പ്രതിച്ഛതി. അന്യവർത്ഥവും ഉത്സാഹാത് ഉത്സാഹം കൊണ്ടും, നിശ്ചയാത് വിശ്വാസം കൊണ്ടും, ധൈര്യാത് ക്ഷമ കൊണ്ടും, തത് കർമ്മ ഭക്തിയുടെ സേവനത്തിന് അനുഗുണമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ടും, സംഗത്യാഗാത് അഭക്തരുമായി സംസർഗം ഉപേക്ഷിക്കുന്നത് കൊണ്ടും, സദവൃത്തെ പൂർവാചാര്യരുടെ കാലടിപ്പാടുകൾ പിന്തുടരുന്നത് കൊണ്ടും, ഷഡ്ഫി ഈ 6 കാര്യങ്ങൾ കൊണ്ടും, ഭക്തിയുടെ ഭഗവത് സേവനം പ്രതിച്ഛതി പുരോഗമിക്കുന്നു അഥവാ ഫലവത്തായി തീരുന്നു. പരിഭാഷ: ഭക്തിയുടെ സേവനം പ്രാവർത്തികമാക്കുന്നതിന് സഹായിക്കുന്ന 6 തത്വങ്ങളുണ്ട്. 1. ഉത്സാഹിയായിരിക്കുക. 2. വിശ്വാസത്തോടെ പ്രയത്നിക്കുക. 3. ക്ഷമയോടെ ഇരിക്കുക. 4. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം കീർത്തിക്കുക, കൃഷ്ണനെ സ്മരിക്കുക എന്നിങ്ങനെയുള്ള നിയമതത്വങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക. 5. ഭക്തന്മാരല്ലാത്ത ജനങ്ങളുമായി സഹവാസം ഉപേക്ഷിക്കുക. 6. പൂർവാചാര്യന്മാരുടെ കാലടികൾ പിന്തുടരുക. വിശുദ്ധമായ ഭക്തിയുടെ ഭഗവത് സേവനത്തിന് പൂർണ്ണമായ വിജയം ഉറപ്പുതരുന്ന 6 സംഗതികളാണ് ഇവ. ഭാവാർത്ഥം: ഭക്തിയുടെ സേവനം ഒരു വൈകാരിക ഭാവനയോ സാങ്കല്പികമോ ആനന്ദമായോ അല്ല, പ്രായോഗികമായ പ്രവർത്തനമാണ് അതിന്റെ കാതലായ അംശം. ശ്രീല രൂപ ഗോസ്വാമി തന്റെ ഭക്തി രസാമൃത സിന്ധു എന്ന ഗ്രന്ഥത്തിൽ 1:11 ഭക്തിയുടെ സേവനത്തെ ഇപ്രകാരം നിർവചിച്ചിട്ടുണ്ട്. അന്യാഭിലാഷിതാശൂന്യം ജ്ഞാനകർമാദ്യനാവൃതം അനുകൂലേന കൃഷ്ണാനുശീലനം ഭക്തിയുത്തമ. പരമപുരുഷോത്തമനായ ശ്രീകൃഷ്ണനിലുള്ള അകളങ്കമായ ഉത്തമ ഭക്തി എന്നത് ഭഗവാന് പ്രീതി ഉളവാക്കുന്ന മട്ടിൽ ചെയ്യുന്ന ഭക്തിയുടെ സേവനമാണ്. ഈ സേവനം ബാഹ്യമായ എന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ടാവരുത്. അതിൽ കാമ്യകർമ്മത്തിനോ അമൂർത്തമായ ജ്ഞാനത്തിനോ മറ്റു സ്വാർത്ഥ അഭിലാഷങ്ങൾക്കോ അവകാശമില്ല. ഭക്തി ഒരു തരം പരിശീലനമാണ്. പരിശീലനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രവർത്തനം അതിലുണ്ടെന്ന് വരുന്നു. ആത്മീയതയുടെ പരിശീലനം ചില കപടയോഗികൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ അലസമായി ഒരിടത്ത് ധ്യാനിക്കാനിരിക്കുന്നതിലല്ല. ഭക്തിയുടെ സേവനത്തെക്കുറിച്ച് ഒരറിവും ലഭിക്കാത്തവർക്ക് ഇത്തരം അലസ ധ്യാനമുറകൾ കൊള്ളാം. ഇക്കാരണത്താൽ ഇത് ചിലപ്പോൾ മനോവികർഷങ്ങളായ ഭൗതിക പ്രവർത്തനങ്ങളെ അകറ്റി നിർത്തുന്നതിന് ശുപാർശ ചെയ്യപ്പെടാറുണ്ട്. ധ്യാനം എന്ന് പറഞ്ഞാൽ എല്ലാ അബദ്ധ പ്രവർത്തനങ്ങളെയും താൽക്കാലികമായി വേണ്ടെന്ന് വെക്കുന്നതിലാണല്ലോ. എന്നാൽ ഭക്തിയുടെ സേവനം അങ്ങനെയല്ല. അത് അബദ്ധ ഭൗതിക പ്രവർത്തനങ്ങളെ അകറ്റി നിർത്തുക മാത്രമല്ല, അർത്ഥവത്തായ ഭഗവത് പ്രേമയുടെ സേവനങ്ങളിൽ വ്യാപരിക്കുകയും കൂടിയാണ്. ശ്രീ പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നത് നോക്കുക. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മ നിവേദനം. 9 വിധം ഭക്തിയുടെ സേവനങ്ങൾ ഇപ്രകാരമാണ്. 1. പരമപുരുഷോത്തമനായ ഭഗവാന്റെ നാമവും ദിവ്യ അവദാനങ്ങളും കേൾക്കുക. 2. ഭഗവാന്റെ അവദാനങ്ങളെ കീർത്തിക്കുക. 3. ഭഗവാനെ സ്മരിക്കുക. 4. ഭഗവാന്റെ പാതാര ബിന്ദങ്ങളെ സേവിക്കുക. 5. ഭഗവാനെ അർച്ചിക്കുക, പൂജിക്കുക. 6. ഭഗവാനെ നമസ്കരിക്കുക. 7. ഭഗവാന്റെ ദാസ്യം അനുഷ്ഠിക്കുക. 8. ഭഗവാനുമായി മൈത്രിയിൽ ഏർപ്പെടുക. 9. തന്നെ ഭഗവാന് പൂർണ്ണമായി സമർപ്പിക്കുക. ദിവ്യജ്ഞാനം നേടുന്നതിന്റെ ആദ്യത്തെ പടിയാണ് ശ്രവണം. ആധികാരികൾ അല്ലാത്തവർ പറയുന്നത് അംഗീകാരം കൊടുക്കരുത്. ഭഗവത്ഗീതയിൽ 4:34 പറഞ്ഞ മാതിരി ശരിയായ വ്യക്തിയെ സമീപിച്ചു വേണം ശ്രവണം നടത്തുക. തദ്വിത് പ്രണിപാതേന പരിസ്പൃശേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിസ്തൃത ദർശനി. ആത്മീയ ഗുരുവിനെ സമീപിച്ച് സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. വിനീതനായി അദ്ദേഹത്തോട് ആരായുക, അദ്ദേഹത്തെ സേവിക്കുക. ആത്മസാക്ഷാത്കാരം നേടിയ അദ്ദേഹം സത്യദ്രഷ്ടാവാകയാൽ നിനക്ക് അറിവ് പകർന്നു തരുവാൻ കഴിവുള്ളവനാണ്. മുണ്ടകോപനിഷത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു. തത് വിജ്ഞാനാർത്ഥം സ ഗുരു ഏവാഭിച്ചേ. ആ ദിവ്യമായ ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സത്യവേദിയായ ഗുരുവിനെ സമീപിക്കണം. ദിവ്യമായ നിഗൂഢ ജ്ഞാനം പ്രണിപാതപൂർവം നേടുക എന്ന
ഈ പദ്ധതി മാനസികമായ വെറും ഭാവനയെ ആധാരമാക്കിയുള്ളതല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ സന്ദർഭത്തെ വിശദീകരിച്ചുകൊണ്ട് ചൈതന്യ മഹാപ്രഭു രൂപ ഗോസ്വാമിയോട് പറയുകയുണ്ടായി. ബ്രഹ്മാണ്ട ഭ്രമിതേ കോന ഭാഗ്യവാൻ ജീവ ഗുരുകൃഷ്ണ പ്രസാദേവായ ഭക്തിലതാ ബീജ. ബ്രഹ്മസൃഷ്ടിയായ ഈ പ്രപഞ്ചം മുഴുവനും ചുറ്റി നടന്നാൽ ഏതെങ്കിലും ഒരു ഭാഗ്യവാനെ ഭക്തിയുടെ സേവന ലതയുടെ ബീജം നേടിയവനായി കണ്ടേക്കാം. ഗുരുവിന്റെയും കൃഷ്ണന്റെയും പ്രസാദം കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. കൃഷ്ണ മാതാജി കഴിഞ്ഞോ? നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി ദേശതാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര Srivajari Gaur Bhaktavrinda Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare Hare Rama Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama Ram Ram Hare 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 Krishna 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 Hare 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 Rama Ram Ram Hare 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 Krishna 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 Hare 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 Rama Ram Ram Hare Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama Rama Hare Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Hare Jaya Prabhu Bada Jaya Prabhu Bada Jaya Prabhu Bada Sila Prabhu Bada Jaya Guru Deva Jaya Guru Deva Jaya Guru Deva Sila Guru Deva Nitai Gura Hari Bol Hari Bol Hari Bol Nitai Gura Hari Bol Nitai Gura Hari Bol Hari Bol Hari Bol Nitai Gura Hari Bol Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Hari Om Tal Sat Hare Krishna Hare Krishna Bhagavad Gita Yatharupam അധ്യായം 1 ശ്ലോകം 43 ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യ അനുശുശ്രുമ ഉത്സന്ന കുലധർമാണാം
മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യ അനുശുശ്രുമ ഉത്സന്നാകുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യ അനുശുശ്രുമ. ഓക്കെ, ഹരേ കൃഷ്ണ. ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത ശ്ലോകമാണോ നോക്കിയതാണ്, അല്ല. ഹരേ കൃഷ്ണ. ഹലയോ ജനാർദ്ദന, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരുപരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട്. ഭാവാർത്ഥം ജയശ്രീ പ്രഭുപാദ് കി ജയ്. സ്വാനുഭാവത്തെ മുൻനിർത്തിക്കൊണ്ടല്ല, ആധികാരിക വചനങ്ങളെ പ്രാമാണികമാക്കിയാണ് അർജുനൻ വാദിക്കുന്നത്. അതാണ് ശരിയായ ജ്ഞാനം നേടാനുള്ള മാർഗം. ഏതു വിജ്ഞാന ശാഖയിലായാലും ശരി, അതിൽ നൈപുണ്യമാർജിച്ച ഒരാളുടെ സഹായമില്ലാതെ ആർക്കും അതിന്റെ അന്തസത്തയെ ഉൾക്കൊള്ളാൻ പറ്റില്ല. മരണത്തിന് മുമ്പ് പാപകർമ്മങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിശ്ചയമായും അനുഷ്ഠിക്കണമെന്ന വ്യവസ്ഥ വർണ്ണാശ്രമ ധർമ്മത്തിലുണ്ട്. നിരന്തരം ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ പ്രായശ്ചിത്തം എന്ന ഈ പ്രക്രിയ അനുഷ്ഠിക്കണം. അപ്രകാരം ചെയ്തില്ല എങ്കിൽ നിശ്ചയമായും പാപകർമ്മങ്ങൾ മൂലമുള്ള കർമ്മങ്ങൾ മൂലമുണ്ടായ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്നതിനായി അയാൾ നരകങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെടും. കൃഷ്ണ. ഓം അജ്ഞാനത്തിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹരേ കൃഷ്ണ. ഉത്സന്നാകുലധർമാനാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതി അനുശുശ്രുമ. അപ്പോ കുടുംബ പാരമ്പര്യം അല്ലെ? ആരുടെ കുടുംബ പാരമ്പര്യം? നമ്മുടെ മനുഷ്യരുടെ കുടുംബ ആചാരങ്ങൾ അല്ലെ? കുലധർമ്മം എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ? ജാതിധർമ്മം അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ട്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. അതുപോലെ 4-ാമത്തെ അധ്യായത്തിൽ പറയാം. ഇത് മനുഷ്യനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, അല്ലാതെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അതാണ് കുലധർമ്മം എന്ന് പറയുന്നത്. മൃഗങ്ങൾക്ക് കുലധർമ്മവും എന്താണ് പാരമ്പര്യമൊന്നുമില്ല. അതിനാൽ പരമാത്മാവായ ഭഗവാൻ കൃഷ്ണൻ അനുശാസിച്ച ഈ വർണ്ണാശ്രമ ധർമ്മ തത്വം മനുഷ്യ സമൂഹം അംഗീകരിക്കുന്നില്ലെങ്കിൽ അവനെ മനുഷ്യരുടെ ഇടയിൽ പരിഗണിക്കേണ്ടതില്ല. അവർ മൃഗങ്ങളെ പോലെയാണ്. കാരണം എന്താണ്? മൃഗങ്ങൾക്ക് ഈ വർണ്ണാശ്രമ ധർമ്മമൊന്നുമില്ല. നമ്മൾ മൃഗങ്ങളെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ വർണ്ണാശ്രമ ധർമ്മം നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ നമ്മൾ മൃഗങ്ങളെ പോലെയാണെന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു രാമാനന്ദരായരുമായി സംസാരിക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? സാധ്യ സാധന. എന്താണ് ലക്ഷ്യം? ആരോട് ചോദിക്കുന്നതാണ്? രാമാനന്ദരായരോട് ചോദിക്കുകയാണ് ചൈതന്യ മഹാപ്രഭു അല്ലെ. സദ്യ സാധനം. സദ്യ എന്നാൽ ഈ മനുഷ്യരൂപത്തിലുള്ള ജീവിതത്തിന് നമുക്ക് എന്താണ് ലഭിച്ചത്, അതിനെയാണ് സാധ്യ. ലക്ഷ്യം, ജീവിത ലക്ഷ്യം അല്ലെ. ഇപ്പൊ നമ്മളുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെ മനസ്സിൽ ഒരു ലക്ഷ്യം വരുന്നുണ്ടാവും അല്ലെ. അത് നമുക്ക് നോക്കാം. ഒപ്പം സാധനയും. സാധന എന്നാൽ നമുക്ക് നേടാനാകുന്ന പ്രവർത്തനമാണ്. ഈ ജീവിത ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത്, അതാണ് സാധന അല്ലെ. നമ്മള് ഭക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാധന ചെയ്തിരിക്കണം. ആ സാധനയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പോ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. രാവിലെ എണീറ്റിട്ട് അല്ലെ, രാവിലെ 3 മണിക്ക് എണീറ്റ് എല്ലാവരും ശുദ്ധമാക്കി ഇതിനു വേണ്ടി ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിരിക്കണം. അതും ഒരു സാധനയാണ് അല്ലെ. ഇതിനെ സാധ്യ സാധന എന്ന് വിളിക്കും. പുരോഗമനം സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണ്, അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്, ഈ പുരോഗതി എന്താണെന്നും അവർക്കറിയില്ല.
പത്മപുരാണം, ബ്രഹ്മവൈവർത്തന പുരാണം എന്നിവയിൽ അശുതിഷ് ചതുരാശ് ചൈവ ജീവജാതിഷു ലക്ഷങ്ങൾ തൻ ജീവജാതിഷു അല്ലെ എന്ന് പറയുന്നത് 84 ലക്ഷം തരം ജീവജാതികളുണ്ട്. അശാജിത് ചതുരാശ് ജൈവലക്ഷങ്ങൾ താൻ ജീവജാതിഷു. അതിനാൽ ഇതിനകം തന്നെയുണ്ട്. ബ്രഹ്മാദ്ഭി ഈ വിധത്തിൽ ജീവാത്മാവ് ആത്മാവിന്റെ പരിവർത്തന ചക്രത്തിൽ ഉഴലുന്നു. അതിനാൽ ഇതിൽ നിന്ന് അല്ലെ ഇപ്പൊ ഡാർവിന്റെ സിദ്ധാന്തമൊക്കെ പറയുന്നത് പോലെ എന്താണ് അലഞ്ഞു തിരിയുന്ന ആ ബ്രഹ്മോദ്ഭവിയെ പിടിക്കാൻ അവർക്കൊന്നും കഴിയത്തില്ല അല്ലെ. അതൊരു അരാജകത്വമാണ്. എന്നാൽ ഈ ജീവാത്മാവ് എന്തിനാണ് അലഞ്ഞു തിരിയുന്നത്? സ്ഥിരതയില്ലാത്തത് അല്ലെ. നമുക്ക് നോക്കാം. അതുകൊണ്ട് എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കും. അതിനുശേഷം അവൻ കൊതിക്കുന്നു. ജീവിതത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കണം. ജീവിതത്തിന്റെ ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് അതിനെ സാധ്യ എന്ന് വിളിക്കും. സന്തോഷത്തിനോ മറ്റെന്തെങ്കിലുമോ വേണ്ടി നമ്മൾ എന്തിനാണ് ഇവിടെ സമരം ചെയ്യുന്നത്? നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. അതിനാൽ ഈ ചോദ്യം ചൈതന്യ മഹാപ്രഭു ഉന്നയിച്ചു. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ജീവിത ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സമരം അല്ലെ? നമ്മൾ എന്തിനാണ് സമരം ചെയ്യുന്നത്? ജീവിതത്തിന് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരിക്കും. സാധ്യ ഒപ്പം സാധനയും. സാധ്യ സാധന. സാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ജീവിത ലക്ഷ്യം കൈവരിക്കാനുള്ള മാർഗം. അതിനെയാണ് സാധന എന്ന് പറയും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മള് ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണ്. അതെന്താ കാര്യം? നമ്മൾ ഗോവിന്ദ പ്രഭുവും പൈതൽ പ്രഭുവും ഒക്കെ അല്ലെ വിളിക്കുമ്പോ നമ്മൾ വരില്ല, വരമാട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ അലഞ്ഞു തിരിയാണ്. വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ നമ്മള് അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഒരവസരത്തില് ഒരു സ്ഥലത്ത് എത്തുമ്പോ അവര് തിരിഞ്ഞു നോക്കും. തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കും. നമ്മളിപ്പോ മക്കളെയും കൊണ്ട് ഒരു ദൂരെ യാത്രയ്ക്ക് പോവാണ്. ഒരു ഉത്സവത്തിന് പോവാണ്. അമ്പലം ഒരു ഇച്ചിരി ദൂരെയാണ്. നമ്മൾ നടക്കുകയാണ് അല്ലെ. ഈ മക്കൾ എന്ത് ചെയ്യും? മുമ്പേ ഓടും അല്ലെ, മുമ്പേ നടക്കും. എന്നിട്ട് കുറേ ദൂരം ചെന്നിട്ട് അവർ തിരിഞ്ഞു നോക്കും. അച്ഛനും അമ്മയും വരുന്നുണ്ടോ അല്ലെ, അല്ലെങ്കിൽ ചേച്ചിയും ചേട്ടനും കൂടെ വരുന്നുണ്ടോ എന്ന് നോക്കും. അതാണ് നമ്മളും ചെയ്യുന്നത്. എന്താണ് ഇപ്പോഴൊന്നും വിളിച്ചാൽ വരത്തില്ല. ഇപ്പൊ ഭഗവത്ഗീത ക്ലാസ് വരാൻ പറഞ്ഞവർ വരുന്നില്ല. ശാന്തി എന്ന് വെച്ചാൽ ഒട്ടും സമയമില്ല, ഭയങ്കര ബിസിയാണെന്ന് പറയും. കാര്യം എന്താണ്? അവർക്ക് മറ്റുള്ള കാര്യത്തിൽ ഭയങ്കര ബിസിയാണ്. അവർക്ക് സമയം കിട്ടില്ല തന്നെ. അതിന് ഭഗവാന്റെയും ഗുരുവിന്റെയും മേഴ്സിയും കൂടെ വേണം. അല്ലെങ്കിൽ ഒരു വൈഷ്ണവന്റെ മേഴ്സി വേണം. ഒരു വൈഷ്ണവന്റെ മേഴ്സി കിട്ടിയാലും അവർ ചിലപ്പോൾ രക്ഷപ്പെടും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഏത് വൈഷ്ണവനെ കണ്ടാലും നമ്മൾ നമസ്കരിക്കുന്നത്. കാര്യം എന്താണ്? ഒരു മാലയെങ്കിലും ജപിക്കുന്ന ആള് ഒരു വൈഷ്ണവനാണ് അല്ലെ. ഭഗവാനെ കുറിച്ച് ഓർക്കുന്നയാളാണ്. ഭഗവാന് എന്താണ് നമ്മുടെ ദേവന്മാരോടുള്ള താല്പര്യം അതാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോ അവർ ഓടി ആരുടെ എത്തുക അല്ലെ? ഭഗവാന്റെ അടുത്താ വരിക, വിഷ്ണുവിന്റെ അടുത്താ വരിക അല്ലെ. അവർ വേറെ അടുത്തും പോകുന്നില്ല. നേരെ മറിച്ച് അസുരന്മാർ വരുമോ? ഇല്ല, അവർ വരത്തില്ല. അവർ വേറെ എന്തെങ്കിലും പണി ഒപ്പിക്കും അല്ലെ. അതുകൊണ്ടാണ് ഭഗവാന് പോലും എന്താണ് ദേവന്മാരോട് ഇഷ്ടം. അവർ നല്ലവരായതുകൊണ്ടല്ല അല്ലേ. അവരുടെ കയ്യിലും ഉണ്ട് കുറെ കുഴപ്പങ്ങൾ. എന്നാലും ഭഗവാൻ ഒരു ഇച്ചിരി താല്പര്യം അവരോടാണ്. കാര്യം എന്താണ്? ഒന്നുമില്ലെങ്കിൽ അവർ അത്യാവശ്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ എൻ്റെ അടുത്താണല്ലോ ഓടി വരുന്നത്. ആ ഒരു കൂൾ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒരു മാലയെങ്കിലും ജപിക്കുന്നവർ തീർച്ചയായിട്ടും വൈഷ്ണവര്. ആ വൈഷ്ണവരെ കാണുമ്പോൾ നമ്മൾ പ്രണമിക്കുന്നത്, വന്ദിക്കുന്നത് എന്തിനാണ് അല്ലെ? അങ്ങനെയെങ്കിലും കുറച്ച് പുണ്യം നമുക്ക് കിട്ടി ഭഗവാന്റെ കാര്യങ്ങൾ ആലോചിക്കാനായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട്, ഭഗവാനെ നാമം ജപിക്കാനായിട്ട് എനിക്കൊരു അവസരം തരണേ എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ നമസ്കരിക്കുന്നത് അല്ലെ. വൈഷ്ണവരുടെ ആ ഒരു ആശീർവാദം നമുക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ട് എവിടെയൊക്കെ എപ്പോഴൊക്കെ ഒരു വൈഷ്ണവനെ കാണുന്നുണ്ടെങ്കിലും അതെല്ലാം മാക്സിമം മേടിച്ച് വാങ്ങാൻ ശ്രമിക്കാം അല്ലെ. നമുക്ക് കിട്ടിയതൊന്നും അത്രയ്ക്കൊന്നും കൂടുതലാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ചൈതന്യ പ്രഭുവിനോട് പ്രകാശാനന്ദ സരസ്വതി ചോദിച്ചു, താങ്കൾ ഒരു സന്യാസിയാണ്, വേദാന്ത പഠനത്തിൽ സ്വയം ഒഴുകുന്നില്ല. നമ്മൾ കേവലം ഹരേ കൃഷ്ണൻ ജപിക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ കേവലം ഹരേ കൃഷ്ണൻ ജപിക്കുകയാണ്, എല്ലായ്പ്പോഴും വേദാന്ത തത്വശാസ്ത്രം മറ്റെല്ലാ തത്വചിന്തകളും വായിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പോൾ ഇതെന്താണ്? നിങ്ങളൊരു എന്താണ്? ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിക്കണം കേട്ടോ. നിങ്ങളൊരു വികാര ജീവിയെ പോലെയാണല്ലോ എന്നൊക്കെയാണ് ചോദിച്ചത്. പ്രകാശാനന്ദ സരസ്വതി അല്ലെ. അദ്ദേഹം എന്താണ്? ഒരു മായാവാദി ഫിലോസഫറാണ്. അപ്പോ പണ്ഡിതനാണ്. ചോദിക്കണം അല്ലെ, മറ്റുള്ള ചിന്തകളും വായിച്ചു. അപ്പൊ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഒരു വികാര ജീവിയെ പോലെ ഇങ്ങനെ തുള്ളിച്ചാടുന്നത് എന്നാണ് ചോദിച്ചത്. ചൈതന്യ മഹാപ്രഭു മറുപടി പറഞ്ഞു, അതെ, എന്റെ ഗുരു മഹാരാജാവ് പറഞ്ഞു, എന്റെ ആത്മീയ ഗുരു പറഞ്ഞു, ഞാനൊരു വിഡ്ഢിയാണ്. പ്രകാശാനന്ദ സരസ്വതിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാം ചൈതന്യ മഹാപ്രഭു ആരാണ്.
കാരണം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ പ്രകാശാനന്ദ സരസ്വതിക്ക് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അല്ലെ നിമായി പണ്ഡിറ്റ് എന്തായിരുന്നു? ജീവിതത്തിൽ ഒരു മികച്ച പണ്ഡിതനായിരുന്നു. അതിനാൽ അദ്ദേഹം തന്നെ ഒന്നാം നമ്പർ വിദ്യയായി അവതരിപ്പിക്കുകയാണ്. അല്ലെ, ചൈതന്യ മഹാപ്രഭു പറയാണ് അല്ലെ, ഈ ചില ആൾക്കാരോടൊക്കെ നമ്മള് വിദ്യയാണെന്ന് പറയുന്നതാണ് നല്ലത്. കാരണം നമുക്ക് അവരെ പറഞ്ഞു ജയിക്കാൻ പറ്റില്ല. അവരത്രയും എന്താണ് ആ ആ, 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 ഈ നമ്മളോട് പോരടിക്കാനായിട്ട് എല്ലാം റെഡി ആയിട്ട് വന്നിരിക്കുക. അങ്ങനെയുള്ളവരോട് നമ്മൾ വെറുതെ വായലിച്ചിട്ട് കഥയില്ല. അപ്പൊ നമ്മൾ വിദ്യയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചോദിക്കത്തില്ലല്ലോ അല്ലേ. നമ്മൾ വെറും മരമണ്ടൂസായിട്ട് അല്ലെങ്കിൽ പരമ വിദ്യയായിട്ട് അങ്ങനെ അഭിനയിച്ചിരുന്നാലും അവരങ്ങ് അതുവഴി പൊക്കോളും അല്ലേ. ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കഥയില്ല, അവർ നന്നാവത്തില്ല. ചില ആൾക്കാർ നമ്മളെ കുടുംബത്തിലും കാണും ഒരാൾ. അപ്പോ അദ്ദേഹം തന്നെ ഒന്നാം നമ്പർ വിദ്യയായി എന്താണ് സ്വയം പരിചയപ്പെടുത്തുക. അദ്ദേഹം സ്വയം അവതരിപ്പിക്കുന്നു അല്ലെ. പുരീശ്വര കിം ഹൈ ഹൈദേ മുനി സൈ ലക്കിഷ്ട. ചൈതന്യ ചരിതാമത്തില് ഞാൻ മലത്തിലെ പുഴുവിനേക്കാൾ താഴ്ന്നതാ. ജഗായി മതായി ഹൈദേ മുനി സൈ പാപിഷ്ട. ജഗായും മതായും പിടിക്കപ്പെട്ടു. അവർ മദ്യപന്മാരായിരുന്നു, സ്ത്രീ വേട്ടക്കാരായിരുന്നു, അതിനാൽ അവർ പാപികളായിരുന്നു. ഞാൻ പരമഹംസനായി എന്ന് ആരും കരുതരുത് അല്ലെ. എല്ലാരും വിചാരിക്കണം ഞാൻ ഭയങ്കര പരമഹംസനാണ്. അങ്ങനെ വിചാരിക്കുന്നത് തന്നെ തെറ്റാണ്. ഞാൻ ഒന്നാം നമ്പർ വിദ്യയാണ് എന്ന് എല്ലാവരും എപ്പോഴും ചിന്തിക്കണം. അതായത് നമുക്കൊന്നും അറിയില്ല, നമുക്ക് ഇനി ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. ചിലരാണെങ്കിലോ ഒരു ഇച്ചിരി കാര്യം ഒരു 2 ശ്ലോകമൊക്കെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഈ തറയിലെങ്ങും നിൽക്കത്തില്ല അല്ലെ. പിന്നെ ഭഗവത്ഗീതയൊക്കെ ഞാൻ അരച്ച് കലച്ച് കുടിച്ചിരിക്കുമല്ലോ എന്ന് ചോദിക്കാം അല്ലെ. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാന്ന് പറയും. വിഡിത്തമല്ലാതെ എന്താണ് എന്ന് എല്ലാവരും എപ്പോഴും ചിന്തിക്കണം. അതായത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, എനിക്കൊന്നും അറിയില്ല, നമ്മുടെ ക്ലാസ് എപ്പോഴും എംറ്റി ആണെന്ന് വേണം നമ്മൾ ചിന്തിക്കാനായി. അതിനാൽ പൂർണ്ണത കൈവരിക്കാനുള്ള ശ്രമം തുടരും. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്കെല്ലാം അറിയാം, എനിക്ക് ഇനി കൂടുതൽ പഠിക്കാനില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ താഴേക്ക് പോത്തുകയും അല്ലെ. അതുകൊണ്ട് ഇവിടെ അർജുനനും പറയുന്നു നരകേ നിയത വാസു ഭവതി ഇതി അനുശുശ്രൂഷ അല്ലെ. എന്താണ് ഈ ശ്ലോകത്തിൽ 43ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, കൃഷ്ണ ഞാൻ അത് ആധികാരിക ഉറവിടത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. കൃഷ്ണ ഭഗവാനെ, എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്താൽ ആളുകൾ നരകത്തിൽ പോകുമെന്ന് അദ്ദേഹം ഒരിക്കലും പറയില്ല. പക്ഷെ ഈ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് അത് ഇങ്ങനെയാണെന്നാണ്, അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ അല്ലെ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് എന്നാണ് പലരും പറയുക. അങ്ങനെ പറയാൻ പാടുണ്ടോ നമ്മൾ? അതാണ് ഇവിടെ നമ്മൾ അർജുനൻ നമ്മൾ പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞില്ല എനിക്കറിയാം എന്ന് അദ്ദേഹം പറഞ്ഞില്ല. പിന്നെയോ കൃഷ്ണ ഞാൻ ആധികാരിക ഉറവിടത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അതായത് എന്റെ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. അല്ലാതെ എന്താണ് എനിക്കറിയാം, ഇത് എന്റെ അഭിപ്രായത്തിൽ ഇതാണ് എന്നല്ലേ പറയുന്നത്. അദ്ദേഹം സ്വന്തം അഭിപ്രായം പറയുന്നത് എന്താണ്? ആരും സ്വന്തം അഭിപ്രായം പറയരുത് അല്ലെ. തന്റെ നിർദ്ദേശത്തെ പിന്തുണയ്ക്കാൻ അദ്ദേഹം ആധികാരിക പ്രസ്താവന ഉദ്ധരിക്കണം. അതുപോലെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, അതെങ്ങനെ നേടാം എന്ന് ചൈതന്യ മഹാപ്രഭു ചോദിച്ചപ്പോൾ അതിനാൽ രാമാനന്ദരായി എന്റെ അഭിപ്രായത്തിൽ ഇതുപോലെ എന്ന് അദ്ദേഹം സ്വന്തം അഭിപ്രായം പറഞ്ഞില്ല അല്ലെ. രാമാനന്ദരായി എന്താ പറഞ്ഞേ? സുശ്രുമ എന്നാൽ ആധികാരികതയിൽ നിന്ന് കേട്ടത് എന്നാണ്. സുശ്രുമ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്, ഞാൻ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, ഞാൻ ഇങ്ങനെയാണ് ആചാര്യന്മാരിൽ നിന്ന് ശ്രവിച്ചത് എന്നാണ് സുശ്രുമ. അതിനാൽ രാമാനന്ദരായി പറഞ്ഞു ജീവിതത്തിന്റെ ലക്ഷ്യം പരമപുരുഷനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ്. നമ്മൾ പൗരന്മാരെ പോലെ നമ്മുടെ കടമ എന്താണ്? അധികാരത്തെ സർക്കാരിനെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കും അല്ലെ. സർക്കാർ എന്തോ പറയുന്നത് നമ്മൾ അതല്ലേ ചെയ്യുള്ളൂ അല്ലെ. അവർക്കെതിരായിട്ട് നമ്മളൊന്നും ചെയ്യില്ല എന്നർത്ഥം. അതായത് നിയമങ്ങളനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു എന്നർത്ഥം. എത്രയോ രാജ്യങ്ങളുണ്ട്, ധാരാളം ഗ്രഹങ്ങളുണ്ട്, ഓരോ ഗ്രഹത്തിലും ഭരണകൂടം അല്ലെ, അധികാരം. എല്ലാറ്റിനും ഉപരിയായി പരമോന്നത അധികാരിയായ ഭഗവാൻ കൃഷ്ണൻ അല്ലെ. ഇപ്പോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എടുത്തു കഴിഞ്ഞാല് ഏതാണ്ട് ഒരു 33ഓളം അല്ലെ മുഖ്യമന്ത്രിമാരുണ്ട് അല്ലെ. ആ മുഖ്യമന്ത്രിക്ക് മുകളിലായിട്ട് ആരുണ്ട്? ഭഗവാൻ നമ്മുടെ പ്രധാനമന്ത്രിയാണ് അല്ലെ. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെയാണ് 33 കോടി ദൈവങ്ങളുണ്ട്, അതിന്റെ മുകളിൽ ആരുണ്ട്? ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. എല്ലാറ്റിനും ഉപരിയായി പരമോന്നത അധികാരിയായ കൃഷ്ണനുണ്ട്. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അല്ലെ. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് ഇതാണ് ശാസ്ത്രവിധി. ധാരാളം കൺട്രോളുകളുണ്ട്. ഈ ഗ്രഹത്തിൽ ഒരു കൺട്രോളറുണ്ട്, മറ്റൊരു ഗ്രഹമുണ്ട്, അതിനകത്തും ഒരു കൺട്രോളറുണ്ട്. ബ്രഹ്മാവ് പോലും പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ്. നമ്മുടെ സർക്കാരിൽ ഒരു സംവിധാനം, ഒരു വകുപ്പ് അല്ലെ, പല വകുപ്പുകളും മറ്റൊരു
ആ വകുപ്പുകൾക്കൊക്കെ ഒരു ഡയറക്ടർ ഉണ്ടാവും അല്ലെ, കൈകാര്യം ചെയ്യുന്നു. നിരവധി ഡയറക്ടർമാരെ മറ്റൊരു സെക്രട്ടറി കൈകാര്യം ചെയ്യുന്നു അല്ലെ. അതേ സംവിധാനം കൃഷ്ണൻ സെക്രട്ടറിമാരെയും സഹായികളെയും ലഭിച്ചു അല്ലെ. കൃഷ്ണൻ പരമോന്നത ഉടമയാണ്, സർവ്വലോക മഹേശ്വരൻ. കൂടാതെ അദ്ദേഹത്തിന് ധാരാളം സെക്രട്ടറിമാരും അല്ലെ സഹായികളും ഉണ്ട്. അവരെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. അതിനാൽ ബ്രഹ്മ എന്നാൽ ഏകബ്രാഹ്മ, പ്രപഞ്ചത്തിന്റെ മാനേജർ എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെ. ബ്രഹ്മാവ് പ്രപഞ്ചത്തിന്റെ മാനേജർ. കൂടാതെ ദശലക്ഷക്കണക്കിന് ബ്രഹ്മങ്ങൾ. അപ്പൊ അതുപോലെ തന്നെ പല ബ്രഹ്മാണ്ടങ്ങളുണ്ട്, പല ബ്രഹ്മങ്ങളുണ്ട്. അവിടെ എല്ലാം അല്ലെ ദശലക്ഷക്കണക്കിന് ട്രില്യൺ കണക്കിനാണ്, നമുക്ക് എണ്ണാൻ പറ്റില്ല അല്ലെ. അവർ അത് എണ്ണമറ്റതാണ്. അനന്തകോടി എന്ന് അവൾ പറയുന്നത് അല്ലെ. അനന്തകോടി യശ് പ്രഭാ പ്രഭവതോ ജഗദണ്ഡകോടി, ജഗത് അണ്ഡകോടി അല്ലെ. അപ്പൊ അത്രയും കോടിക്കണക്കിനാണ്, ട്രില്യൺ കണക്കിനാണ് എന്തുള്ളത്, ഗ്രഹങ്ങളുള്ളത്. നമുക്ക് ആകെപ്പാടെ 14 ലോകേ അറിയും അല്ലെ. നമുക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാമെന്നുള്ള ഒരു ചിന്തയാണ്. നമുക്കൊന്നും അറിയില്ല എന്ന് വേണം എല്ലാ ദിവസവും ചിന്തിക്കാനായിട്ട് അല്ലെ. ആ ഒരു എളിമത്വം വേണം, ഹ്യൂമിലിറ്റി വേണം. നമുക്ക് അഹങ്കാരം വരാൻ പാടില്ല. നമുക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അഹങ്കാരം വരും. ഓ, എന്നെ ഇനി ഇവരൊക്കെ എന്ത് പഠിപ്പിക്കാനാണ്, എനിക്കിതെല്ലാം അറിയാമെന്നുള്ളൊരു അഹങ്കാരം. നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും താഴോട്ട് പൊക്കോണ്ടിരിക്കത്തേ ഉള്ളൂ അല്ലെ. നമുക്ക് ഒരിക്കലും സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റില്ല. ബ്രഹ്മാണ്ട അല്ലെങ്കിൽ ജഗദണ്ഡ. അണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ട അല്ലെ. മുട്ടയുടെ ആകൃതിയിൽ, വൃത്താകൃതിയിലുള്ളതും മുട്ടയുടെ ആകൃതിയിലുള്ളതുമാണ്. ഭൂഗോള ഗോളം അല്ലെ. ഭൂഗോളം എന്ന, അതായത് വൃത്തം എന്നാണ് ഭൂഗോളം. അപ്പൊ അതെല്ലാം നമ്മുടെ ബ്രഹ്മസംഹിതയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അമേരിക്ക ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ അമേരിക്കയിൽ പോയി കണ്ട ആളിനെ കണ്ട് സംസാരിക്കുമ്പോഴാണ്. അദ്ദേഹം പറയും അവിടുത്തെ റോഡുകൾ ഇങ്ങനെയാണ്, അവിടുത്തെ ബസ്സുകൾ ഇങ്ങനെയാണ്, അവിടുത്തെ കാറുകൾ ഇങ്ങനെയാണ്, അവിടുത്തെ മരങ്ങൾ ഇങ്ങനെയാണ്, അവിടുത്തെ വീടുകൾ ഇങ്ങനെയാണ്, അവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഇരിക്കുക അല്ലെ, അവരിങ്ങനെ ഡ്രസ്സാണ് ഇടുക അല്ലെ, അവര് ഇങ്ങനെയുള്ള ആഭരണങ്ങളാണ് ഇടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഏകദേശ രൂപം കിട്ടും. അമേരിക്ക. അതുപോലെയാണ് എന്താണ് ബ്രഹ്മദേവൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഭഗവാൻ അല്ലെ. താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റും അല്ലെ. ഞാൻ എങ്ങനെ പറഞ്ഞേ ഉള്ളൂ, താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. ഓക്കെ. എന്നാലും ഭഗവാൻ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ അദ്ദേഹം കണ്ടിട്ട് നമ്മളോട് പറയുമ്പോ നമ്മൾ അതിൽ പിന്നെ വീണ്ടും ഇങ്ങനെ കുത്തി കളക്കേണ്ട ആവശ്യമില്ല അല്ലെ. നമുക്കത് അങ്ങോട്ട് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആരാണ് പറയുന്നത്? കണ്ട ഒരാളാണ് നമ്മളോട് പറയുന്നത് അല്ലെ. അപ്പൊ അതാണ്. അപ്പൊ എന്നാൽ വേദശാസ്ത്രത്തിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു, ഭൂഗോള അല്ലെ. എന്നാൽ വൃത്തം എന്നാണ് അർത്ഥം. ഈ ലോകം പരന്നതാണെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതി. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഉരുണ്ടതാണ് എന്ന് പറഞ്ഞവർക്ക് ബുദ്ധിശക്തി കുറവായിരിക്കും. ഈ പ്രപഞ്ചം മുട്ടയുടെ ആകൃതിയിലാണ്. കൂടാതെ ആകാശം വൃത്താകൃതിയിലാണെന്നും നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ പ്രപഞ്ചത്തിന്റെ മതിൽ. സർക്കാരിന്റെ ഉത്തരവുകൾ പാലിക്കുക എന്നതാണ് നല്ല പൗരത്വം അല്ലെ എന്ന നിലയിൽ നമ്മളുടെ ലക്ഷ്യം. നല്ല പൗരനും നിയമവിരുദ്ധരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു നല്ല പൗരൻ എപ്പോഴും സർക്കാർ നൽകുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സർക്കാരിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് വ്യത്യാസം അല്ലെ. മറ്റുള്ളാണെങ്കിലോ അവര് സർക്കാരിനെതിരായിട്ടായിരിക്കും പ്രവർത്തിക്കുക. അതിനാൽ പരമോന്നത ഗവൺമെന്റായ കൃഷ്ണനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. കാരണം ഭഗവാൻ കൃഷ്ണനാണ് പരമോന്നതൻ. ഈ പ്രപഞ്ചങ്ങൾ അവ കൃഷ്ണന്റെ രാജ്യമാണ്. നിരവധി രാജ്യങ്ങളുണ്ട്. ഈ ഭൗതിക ലോകത്തിനുള്ളിൽ നമുക്ക് അനേകം പ്രപഞ്ചങ്ങൾ ലഭിച്ചിരിക്കുന്നത് പോലെ ആത്മീയ ലോകത്തിലും നിരവധി ആത്മീയ ഗ്രഹങ്ങളുണ്ട്. ഇവ സാമാന്യ ബുദ്ധിയുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ആളുകൾക്ക് മനസ്സിലാകാത്തത്? അതിനാൽ കൃഷ്ണനെ തൃപ്തിപ്പെടുത്തുക, പൂർണ്ണനാകുക, കൃഷ്ണനെ തൃപ്തിപ്പെടുത്തുക അല്ലെ എന്നതാണ് നമ്മുടെ ബിസിനസ്. അപ്പൊ നമ്മുടെ ബിസിനസ് എന്താണ്? വി ഡു ഹാവ് ഓൺലി വൺ ബിസിനസ് അല്ലെ, ഹൗ ടു സാറ്റിസ്ഫൈ ലോർഡ് കൃഷ്ണ. അപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്ന് വേണം ചിന്തിക്കാനായിട്ട് അല്ലെ. അല്ലാതെ ഇന്ന് എന്ത് ചെയ്തിട്ടാണ് ഞാൻ അയാളെ വിഷമിപ്പിക്കുക എന്നുള്ള നമ്മൾ ചിന്തിക്കണം. ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇന്നലെ ഞാൻ 16 റൗണ്ട് ജപിച്ചു, ഇന്നൊരു 25 റൗണ്ട് ജപിച്ചാൽ ഭഗവാന് സന്തോഷമാവില്ലേ അല്ലെ. ഇന്നലെ ഞാൻ ഇഡ്ഡലിയും സാമ്പാറും അല്ലെങ്കിൽ ഇന്നലെ ഏകാദശിയായിരുന്നു വേണ്ട. ഓക്കെ. അപ്പൊ എന്തോ ഒരു വിഭവമാണ് കൊടുത്തത്, ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലും വിഭവം ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു 2 പേരോടെങ്കിലും ഹരേകൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുക്കും, ഭഗവാനെ കുറിച്ച് സംസാരിക്കും എന്ന് വേണം നമ്മൾ രാവിലെ ചിന്തിക്കാനായിട്ട് അല്ലെ. വിഷ്ണുയുടെ ആരാധ്യതേ. അപ്പോൾ എങ്ങനെ വിഷ്ണുയുടെ ആരാധ്യതേ? ഇതാണ് തത്വശാസ്ത്രം. നതേ വിദു സ്വാർത്ഥ ഗതിം ഹി വിഷ്ണു. പരമോന്നത നിയന്ത്രകൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണുവാണ്.
അതിനാൽ നമ്മുടെ ജീവിത ലക്ഷ്യം പരമാത്മായ വിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ്. സാമാന്യ ബുദ്ധിയുള്ള കാര്യമാണ് ഇതാണ് സാമാന്യ ബുദ്ധി. എന്താണ് ബുദ്ധി? സാമാന്യ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഭഗവാനെ നമുക്ക് എങ്ങനെ തൃപ്തിപ്പെടുത്താം. അങ്ങനെ ചിന്തിച്ചില്ല എങ്കിൽ നമ്മളെല്ലാം മന്ദബുദ്ധിയാണെന്ന് വിചാരിച്ചു, അല്ലെ? അങ്ങനെ ആരാണോ ചിന്തിക്കാത്തത് അവരെല്ലാവരും എന്താണ്? മന്ദബുദ്ധികളാണ്. ഇപ്പൊ ആരൊക്കെയാണ് മന്ദബുദ്ധികൾ നമുക്ക് മനസ്സിലായല്ലോ, അല്ലെ? അപ്പൊ മന്ദബുദ്ധികളാവാതിരിക്കാൻ ശ്രമിക്കാം. അതിനാൽ ഇതാണ് വൈഷ്ണവം. വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവനെ വൈഷ്ണവൻ എന്ന് വിളിക്കുന്നു. അതാണ് വൈഷ്ണവം. വിഷ്ണു എന്നാൽ പരമാത്മാവ്. അതിനാൽ എല്ലാം ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താൻ ക്രമീകരിക്കുന്നു. അപ്പോൾ അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അല്ലെ, നമുക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ, അല്ലെ? പൂച്ചകൾക്കും നായ്ക്കൾക്കും വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അവരോട് ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. മനുഷ്യന് മാത്രമേ അത് പറ്റൂ, അല്ലെ? അവര് മൃഗങ്ങളാണ്. അവർ ജീവിതത്തിന്റെ 4 തത്വങ്ങളുമായി തിരക്കിലാണ്. എന്താണ് 4 തത്വങ്ങള്? ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ലൈംഗിക ജീവിതം നയിക്കുക, പ്രതിരോധിക്കുക, അല്ലെ? ആരെങ്കിലും അടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചു കുറയ്ക്കും. അതാണ് അത്രയേ ഉള്ളൂ. നിങ്ങൾ മഹാവിഷ്ണുവിനോട് വളരെ അനുസരണയുള്ളവരാകുന്നു. ഒരു ഭക്തനാകുക എന്ന് അവരെ പരിശീലിക്കാൻ കഴിയില്ല, അല്ലെ? മന്മനാഭവ മദ്ഭക്തോ മധ്യാജി മാ നമസ്കുരു. നമ്മള് ഭഗവാൻ കൃഷ്ണന്റെ ഭക്തനാവണം. ഉത്സന്നാകുലധർമാനം മനുഷ്യാണാം ജനാർദ്ദന, അല്ലെ? ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിനാൽ മനുഷ്യ ജീവിതത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. പൂച്ചയും നായയും ഹിപ്പികളും ഉത്സന്നയും ആയി മാറിയാൽ എല്ലാം നശിച്ചു. ഉത്സന്ന കുലധർമ്മം, അവർക്ക് കുടുംബമില്ല. നിയമങ്ങളും നിയന്ത്രണങ്ങളും അവർ കാര്യമാക്കുന്നില്ല. ഉത്സന്ന, എല്ലാം നശിപ്പിച്ചു, അല്ലെ? ജഗന്യ ഗുണവൃത്തിസ്ഥ, കുടുംബജീവിതമില്ല, കുളിക്കുന്നില്ല, ആരാധനയില്ല, ഒന്നുമില്ല, എല്ലാം നിരുത്തരവാദപരമാണ്, അല്ലെ? അതാണ് മൃഗജീവിതം എന്ന് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്ഥാനം മനസ്സിലാക്കേണ്ടത് കടമയാണ്. പരമേശ്വരനായ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഇതാണ് മുഴുവൻ പദ്ധതിയും, അല്ലെ? നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും നമ്മൾ അവസാനം എന്തിലേക്ക് എത്തുക? ഭഗവാനെ സേവിക്കുക, അല്ലെ? ഭഗവാനെ സന്തോഷിപ്പിക്കുക, ഭഗവാനെ തൃപ്തിപ്പെടുത്തുക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇതാണ് മുഴുവൻ പദ്ധതി. അതുകൊണ്ട് രാമാനന്ദരായ വിഷ്ണു പുരാണത്തിൽ നിന്നുള്ള വാക്യം ഉദ്ധരിച്ചു. വർണ്ണാശ്രമ ചരവത പുരുഷേന പരപുമാൻ വിഷ്ണു ആരാധ്യതേ. കാരണം ലക്ഷ്യം വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുക, വൈഷ്ണവനാകുക എന്നതാണ്. ബ്രാഹ്മണർക്ക് പൂജാഭാരം നൽകുന്നതിനായി വൈഷ്ണവനാകാൻ അവരെ ദീക്ഷിച്ചു. കാരണം വൈഷ്ണവനാകാതെ ആർക്കും വിഷ്ണുവിനെ ആരാധിക്കാൻ അവകാശമില്ല. വിഷ്ണു ഭക്തനല്ലാതെ ആരിൽ നിന്നും ഒന്നും ഭഗവാൻ സ്വീകരിക്കുകയില്ല. സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വഴിപാട് സ്വീകരിക്കാൻ ഭഗവാൻ സമ്മതിക്കുന്നു, അല്ലെ? നമ്മൾ സ്നേഹത്തോട് കൊടുക്കുന്ന, നമ്മൾ വിതുരയുടെ കാര്യം ഓർത്താൽ മതി, അല്ലെങ്കിൽ വിതുരയുടെ പത്നിയുടെ കാര്യം ആലോചിച്ചാൽ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെ? ആ കഥ ഓർത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അല്ലെ? ആ സ്നേഹത്തോടു കൂടി എന്ത് കൊടുത്താലും ഭഗവാൻ അത് സ്വീകരിച്ചു. അതിൽ ആ ഭാവമാണ് ഭഗവാൻ നോക്കുന്നത്, അല്ലാതെ എന്താണ് എനിക്ക് തരുന്നതെന്നല്ല. ആ ഭാവം, അല്ലെ? എന്ത് മനസ്സോടുകൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാണ്. അല്ലാതെ എന്ത് പതുക്കി വെച്ചിരിക്കുന്നൊന്നുമല്ല. വൈഷ്ണവൻ വിഷ്ണുവിനെ സ്നേഹിക്കുന്നു. ഏത് ഭക്ഷണവും സ്വീകരിക്കാൻ വിഷ്ണു സമ്മതിക്കുന്നു. ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു പറയുമ്പോ തെറ്റിദ്ധരിക്കണ്ട. പത്രം, പുഷ്പം, ഫലം, തോയം, അല്ലെ? യോമേ ഭക്തിയ പ്രയച്ഛതി. ആ ഭക്തിയാണ് പ്രധാന കാര്യം. നമ്മുടെ രുചികരമായ വിഭവമല്ല, നമുക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ 1000 മടങ്ങ് മികച്ച രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കാൻ വിഷ്ണു തികച്ചും കഴിവുള്ളവർ. എന്താ കാര്യം? കോടാനുകോടി ലക്ഷ്മികളാണ് അവിടെ ഉള്ളത്, അല്ലെ? രാധാറാണിയുണ്ട് അവിടെ, അല്ലെ? അവരെ പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. വിഷ്ണു ആരാധന എന്നാൽ ഒരാൾ വൈഷ്ണവനാകണം. വൈഷ്ണവ എന്നാൽ നിയന്ത്രിത ജീവിതം, വൈഷ്ണവ എന്നാൽ നിയന്ത്രിതമാണ് ലക്ഷ്യം. വിഷ്ണുവിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താം? അതുകൊണ്ട് ഉത്സന്ന കുലധർമാൻ മനുഷ്യം, നമ്മുടെ ലക്ഷ്യം പരമാത്മാവിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ്. ജാതി, ധർമ്മം, കുലധർമ്മം എന്നിവയുടെ നിയന്ത്രണങ്ങൾ, തത്വങ്ങൾ പിൻപറ്റിയാൽ ഇത് പൂർണ്ണമായി ചെയ്യാൻ കഴിയും. ജാതി ധർമ്മം എന്നാൽ നമ്മൾ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചാൽ നമുക്ക് പ്രത്യേക കർത്തവ്യങ്ങളുണ്ട്, അല്ലെ? ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്, എന്റെ കർത്തവ്യം, അല്ലെ? എന്താണ്? ഇനി എന്ത് എന്റെ കർത്തവ്യം ഞാൻ പാലിച്ചു, ഇപ്പൊ ഇനി എന്ത് വിഡിത്തവും ചെയ്യാമെന്നല്ല. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതിൽ അവർ വളരെ അഭിമാനിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ ഭക്തി നിർഭരമായ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ അവർ പറയും, അയ്യോ, നമ്മളെ താഴ്ന്ന കുടുംബത്തിലാണ് ജനിച്ചത്, നമ്മൾ ഇത് ചെയ്യണം, അല്ലെ? പക്ഷെ ജാതിധർമ്മ കുലജ്ഞാനം ഉത്സന്ന കുലധർമ്മം എന്നൊന്നും അവർക്കറിയില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ബ്രാഹ്മണനാണെങ്കിലും നമ്മുടെ കുടുംബ പാരമ്പര്യം നിലനിർത്തും. അതാണ് ബ്രാഹ്മണ്യം.
നമ്മുടെ ജീവിതം വിജയകരമാകണമെങ്കിൽ നമ്മൾ ബ്രാഹ്മണ വൈഷ്ണവ പാരമ്പര്യം പാലിക്കണം. വിഷ്ണുവിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നത് മാത്രമാണ് നമ്മുടെ പാരമ്പര്യം. അതുപോലെ തന്നെ ഒരാള് ജനിച്ചത് കൊണ്ട് ബ്രാഹ്മണനാവുന്നില്ല, പിന്നെയോ അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ടാണ് അദ്ദേഹം ബ്രാഹ്മണനാവുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ കർമ്മം എന്താണ്? ബ്രാഹ്മണന്റെ കർമ്മം എന്താണ്? ഭഗവാനെ സേവിക്കുക, ഭഗവാന്റെ ഭക്തന്മാർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെ? ഇതൊക്കെയാണ് എല്ലാവർക്കും ബുദ്ധി പറഞ്ഞു കൊടുക്കുക. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഭഗവാനെ കുറിച്ച് അറിയില്ലാത്തവർക്ക് ആർക്കും ബുദ്ധിയില്ലാതാണ്, അല്ലെ? നമുക്ക് ഈ ബുദ്ധി വന്നിരിക്കുന്നത് എന്താണ്? PhD എടുക്കാനല്ല, മെറ്റീരിയൽ നോളജിന് വേണ്ടിയല്ല. അത് വേണം, അത് വേണ്ടെന്നല്ല. പക്ഷെ ബുദ്ധി, ശരിക്കുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ കുറിച്ച് അറിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പരമമായ എന്താണ് വിദ്യാഭ്യാസം ഉള്ളൂ എന്നർത്ഥം. ഭഗവാൻ വിഷ്ണുവിനെയോ കൃഷ്ണനെയോ എങ്ങനെ തൃപ്തിപ്പെടുത്താമെന്ന് അവർ വളരെ ജാഗരൂകരായിരിക്കണം. എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം. വളരെ ശ്രദ്ധാലുവായിരിക്കണം. അത് മാത്രമാണ് നമ്മുടെ ബിസിനസ്. അതിനാൽ നമ്മൾ അത് അവഗണിക്കരുത്. പിന്നെ ഉത്സന്നാ കുലധർമ്മം. അപ്പോൾ നമ്മളെ എല്ലാം നശിപ്പിക്കും, അല്ലെ? നമ്മുടെ സേവനം സ്വീകരിക്കാൻ നമ്മൾ വിഷ്ണുവിനെയോ കൃഷ്ണനെയോ ചൈതന്യ മഹാപ്രഭുവിനെയോ ക്ഷണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സേവനം ചെയ്യണമെന്ന് നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കും. എത്ര ശ്രദ്ധയായി, അല്ലെ? എത്ര ഭംഗിയായി സേവിക്കണം. അല്ലാത്ത പക്ഷം വളരെ ശ്രദ്ധാലു, അല്ലെ? അല്ലാത്ത പക്ഷം എല്ലാം തകരും. ഉത്സന്ന കുലധർമാനാം. ഒരു വൈഷ്ണവന്റെ കുലധർമ്മം കേവലം ഭഗവാനെ, കൃഷ്ണനെ തൃപ്തിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യജീവിതം ആരംഭിക്കുന്നത് പരമാത്മാവായ വിഷ്ണുവിനെ സേവിക്കാൻ തയ്യാറാകുമ്പോഴാണ്, അല്ലെ? അപ്പൊ ഭഗവാനെ സേവിക്കാൻ തയ്യാറായില്ല എങ്കിൽ നമ്മൾ മനുഷ്യരായില്ല, നമ്മൾ മൃഗമാണ്, മൃഗമായിട്ട് ജീവിക്കുന്നു എന്ന് അർത്ഥം, അല്ലെ? അതിന് യാതൊരു സംശയവും വേണ്ട. അതാണ് മനുഷ്യജീവിതം. അല്ലാത്ത പക്ഷം മൃഗജീവി. അതിനാൽ ലോകം മുഴുവൻ അരാജകത്വത്തിലാണ്. അവർ വിഷ്ണുവിനെ സേവിക്കാൻ ഉത്സുകരല്ല, അവരുടെ ഇന്ദ്രിയങ്ങളെ സേവിക്കാൻ അവർ കേവലം ഉത്സുകരാണ്, അല്ലെ? ഗോദാസ. നമ്മളെല്ലാരും ഗോദാസന്മാരാണ്, അല്ലെ? നമ്മളെ ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ, പശു അല്ല. പശു ഉണ്ട്, പക്ഷെ ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നുള്ള, ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമുണ്ട്. അപ്പൊ അതിന്റെ ദാസൻ, ഇന്ദ്രിയ ദാസൻ, ഗോദാസൻ. അതിനാൽ ഇന്ദ്രിയങ്ങളുടെ ദാസനാകുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളുടെ യജമാനനാണ്. അതിനെയാണ് ഗോസ്വാമി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഗോദാസനല്ല ആവേണ്ടത്, പിന്നെയോ ഗോസ്വാമി ആവും. നമ്മളെ ഇന്ദ്രിയങ്ങളുടെ ദാസനായി തുടരുകയാണെങ്കിൽ, അല്ലെ? കാമാദിനം കരിത കാദിന, അല്ലെ? അതാണ് മൃഗജീവി. എന്നാൽ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ അധിപനാകുമ്പോൾ എന്ത് സംഭവിക്കും? അത് എങ്ങനെ സാധ്യമാവും? ഇന്ദ്രിയങ്ങളുടെ അധിപൻ. അപ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ എപ്പോഴും കൃഷ്ണന്റെ സേവനത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇതിനകം തന്നെ നിയന്ത്രിക്കപ്പെട്ടിരിക്കും, അല്ലെ? അപ്പൊ നമ്മള് എന്ത് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെവിയുണ്ട്, അല്ലെ? ആ ചെവിയിലൂടെ നമ്മള് ഭഗവാന്റെ കഥകൾ മാത്രമേ കേൾക്കുള്ളൂ, ഭഗവാന്റെ കീർത്തനങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ എന്ന് വിചാരിക്കാം. നാവ് കൊണ്ട് നമ്മൾ ഭഗവാന്റെ നാമം മാത്രമേ പറയുള്ളൂ, ഭഗവാന്റെ പ്രസാദം, ഭഗവാൻ അർപ്പിച്ച പ്രസാദം മാത്രമേ കഴിക്കുള്ളൂ എന്ന് വിചാരിക്കും, അല്ലെ? ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കും, ഭഗവാനുമായിട്ട് ഇഷ്ടമുള്ള ആനുകൂല്യന കൃഷ്ണ അനുശീലനം, അല്ലെ? അനുവർത്തനം. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെ? അപ്പൊ നമ്മള് ഭഗവാന്റെ പ്രസാദം മാത്രം കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറന്റിൽ പോയി കഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. റെസ്റ്റോറന്റിൽ പോയി കഴിച്ചാലുള്ള കുഴപ്പം എന്താണ്? അവിടെ ഉള്ളവരുടെ കർമ്മം കൂടെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷമാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രസാദമല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാൻ നമ്മള് എന്റെ നാവിനെ അനുവദിക്കില്ല എന്ന് വേണം നമ്മള് എന്താണ് പറയാനായിട്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്കത് കഴിഞ്ഞില്ല എന്ന് വരും. അങ്ങനെ വളരെ വിരളമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസരത്തിൽ മാത്രമേ നമ്മള് വെളിയിൽ നിന്ന് കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവരുടെ കർമ്മം കൂടെ, അവരുടെ ദുഷ്കർമ്മം കൂടെ നമ്മള് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം, അല്ലെ? നമ്മളിവിടെ ഓൾറെഡി തുമക്കാൻ വയ്യാതെ കൊണ്ട് നടക്കുക, അതിനിടയിൽ കൂടെ ഇനി മറ്റുള്ളവരുടെ കർമ്മം കൂടെ നമ്മൾ, അല്ലേ? വലിയ പാടായിരിക്കും. അപ്പൊ നമ്മൾ പ്രസാദം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നതിനർത്ഥം. ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുക എന്നാണ്. ഇതാണ് നിയന്ത്രണം. ഇന്ദ്രിയങ്ങൾ വളരെ ശക്തമാണ്, കൃത്രിമമായി അത് തടയാൻ കഴിയില്ല, അല്ലെ? പരം ദൃഷ്ട്വ എന്ന് പറഞ്ഞുള്ള ആ ശ്ലോകം നോക്കിയാൽ മതി. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് മികച്ച ഇടപെടൽ നൽകുന്നു, അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാം. ഋഷികേശ സേവനം, അല്ലെ? ഭക്തിരുത്തമ സർവഭാരി വിനിർമുക്തം തത് പരത്വേന. ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കണം. എങ്ങനെ? ഇന്ദ്രിയങ്ങളെ എന്താണ്? നമ്മുടെ സേവയിൽ ഉൾപ്പെടുത്തണം, അല്ലെ? അപ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയും. ശുദ്ധിയുള്ള ഇന്ദ്രിയങ്ങളോടെ നമുക്ക് പരമാത്മാവിനെ സേവനത്തിൽ ഏർപ്പെടുവാൻ കഴിയും. അതിനെയാണ് ഭക്തി എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മളെ ഇന്ദ്രിയങ്ങളൊക്കെ എന്താണ് പരിശുദ്ധമായാലേ നമുക്ക് ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ പറ്റുള്ളൂ എന്ന് അർത്ഥം, അല്ലെ? അപ്പൊ നമ്മൾ മനുഷ്യരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ മനുഷ്യനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കണം. അല്ലെ? മനുഷ്യാണാം എന്ന് പറഞ്ഞൊരു ശ്ലോകത്തിൽ ഈ വ്യവസ്ഥിതി ഉണ്ടായിരിക്കണം, ഇതായിരിക്കണം. അല്ലെ? പുരുഷേണ പരപുമാൻ. അപ്പോ ചാതുർവർണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ്ച. അപ്പോൾ സമൂഹത്തെ 4ആയി വിഭജിച്ചിരിക്കുന്നു. അല്ലെ? നമുക്ക് 4 ഡിവിഷനുകളുണ്ട്. അല്ലെ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. ഓരോരുത്തരും അവരുടേതായ ഗുണകർമ്മം, ഗുണം അനുസരിച്ചുള്ള കർമ്മങ്ങൾ, ജോലി ചെയ്യാനുള്ള കഴിവ് എന്നിവ അനുസരിച്ച് സേവിക്കും. അപ്പോൾ സമൂഹം മുഴുവനും, അല്ലെ, ഇതാണ് ഉത്സന്ന കുലധർമാണ് മനുഷ്യ ജനാർദ്ദന എന്നായി. അല്ലെ? ജന എന്നാൽ പൊതുസമൂഹം, നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ ഓരോന്നും നിയന്ത്രിക്കുന്നു. ജനാർദ്ദന. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജനാർദ്ദന കൃഷ്ണ, മനുഷ്യ സമൂഹത്തിൽ ഈ പരമ്പരാഗത പ്രക്രിയയെ നമ്മൾ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ്, അല്ലെ? നരകേ നിയതം വാസു. നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമ്മൾ പൂച്ചയെയും പട്ടിയെയും പോലെ ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ നമുക്ക്, അല്ലെ, പൂച്ചയും പട്ടിയായിട്ട് ഉള്ള ജീവിതം ലഭിക്കും. അല്ലെ? പ്രധാനോട് പറയുന്നു, സമൂഹം ഉത്സന്ന കുലധർമ്മാണം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം. നിയതം എന്നാൽ എപ്പോഴും നമ്മൾ പന്നിയെ പോലെയുള്ള നരക ജീവിതം. അല്ലെ? പന്നി എന്താ കഴിക്കുന്നത് നമുക്കറിയാം. ഞാൻ ഇനി പറഞ്ഞ് വൃത്തികേടാക്കുന്നില്ല. വൃത്തിഹീനമായ സ്ഥലത്താണ് അത് ജീവിക്കുക. അല്ലെ? ഇന്ദ്രൻ പോലും ഒരു പന്നിയായി ജനിച്ചു. എന്നിട്ട്, അല്ലെ, എന്ത് കാര്യം? ആ ബൃഹസ്പതിയുടെ ശാപം കൊണ്ടാണ് ഇന്ദ്രനും പന്നിയായി വന്നത് നമ്മുടെ രാജ്യത്ത്. അത് ആ മദ്രാസിന്റെ എവിടെയോ ആണ്, പണ്ടത്തെ മദ്രാസിന്റെ എവിടെയോ ആണ്, ഏതോ ഒരു കുഗ്രാമത്തിലാണ്. അല്ലേ? അപ്പൊ തിരിച്ച് നാരദരെ ഒന്ന് വിളിച്ചിട്ട് പോലും അദ്ദേഹം പോയില്ല. ഇതിനെ ആവരണ എന്ന് വിളിക്കുന്നു. അതിനാൽ, അല്ലെ, നമ്മള് പന്നി വിചാരിച്ചാൽ അവരൊക്കെ വളരെ ഫാമിലി ആയിട്ട് വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അവരൊക്കെ വിചാരിക്കുന്നത് ഞാൻ വളരെ സമാധാനത്തോടുകൂടി എന്റെ മക്കളോടുകൂടി എന്റെ ഭാര്യമാരോടുകൂടി സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് വിചാരിക്കുക. അല്ലെ? അത് ദോ ബ്രഹ്മ ജിജ്ഞാസ എന്നാണ് ഇത്രയും കാലം അവൻ കരുതുന്നത്. അതിലേക്ക് വരാത്തിടത്തോളം കുടുംബജീവിതത്തിന്റെ പാരമ്പര്യം പിന്തുടരുമ്പോൾ ആ ബോധം വരും. ഇപ്പൊ നമ്മൾ എന്താ വേണ്ടത്? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭഗവാനെ എങ്ങനെ സേവിക്കാമെന്ന് വേണം ചിന്തിക്കാനായിട്ട്. അല്ലെ? നരകം നിയതേ വാസുവിലേക്ക് പോവാതെ, അല്ലെ, പട്ടിയെയും പൂച്ചയും പോലെ ജീവിക്കാതെ നമ്മൾ ഭഗവാനെ എങ്ങനെ സന്തോഷിപ്പിക്കാം, ആനുകൂല്യന കൃഷ്ണാനുശൂല്യനം എങ്ങനെ സാധിക്കാം എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അല്ലെ? അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുക, സാത്വികരായിട്ട് ജീവിക്കുക, നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുക. അല്ലെ? നമുക്ക് തിരിച്ച് പോകാനുള്ള വഴി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഞാൻ നേരത്തെ നിർത്തുകയാണ്, കാരണം എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പറഞ്ഞു. പ്രഭു, നമ്മള് ചാതുർവർണ്ണ്യം ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അവർക്ക് കുലം എന്താന്നും അവരുടെ കുലത്തിന്റെ പണി എന്താന്നും ഒക്കെ അറിയാം. നമ്മളുടെ നാട്ടില് നമ്മൾ ആഗ്രഹിച്ച പോലും ഞാൻ ഉദ്ദേശിച്ച ജന്മം കൊണ്ടുള്ള ചാതുർവർണ്ണയാണ്. അതിനും മഹത്വം ഉണ്ടല്ലോ. നമ്മൾ ഇപ്പോ സാധാരണ ബ്രാഹ്മിൻസ് അല്ലാത്തവർക്കാർക്കും ഒരുപക്ഷെ നമ്മളുടെ കുലത്തിന്റെ ധർമ്മം എന്താന്ന് അറിയില്ല. അപ്പൊ അതെങ്ങനെയാ അത് തീരുമാനിക്കുക? നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് മാതാജി. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അല്ലെ? ഇനി വരും തലമുറയ്ക്കെങ്കിലും അത് കൊടുക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇത്രയും ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് അവർക്കും കൂടെ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെ? അവർ കൃഷ്ണാബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സാധ്യമാകും. കാര്യം ഭഗവാനെ കുറിച്ച് അറിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഭഗവാൻ അതിൽ പറയുന്നു. അപ്പൊ അവർക്കും കുറേശ്ശെ അതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ വിചാരിച്ച ഒന്നും നടക്കില്ല. ഭഗവാന്റെ ആ ഒരു മേഴ്സിയും കൂടെ വേണം. അപ്പോ വിദ്യാഭ്യാസം, അല്ലെ, അവർക്ക് അതിനുള്ള നോളജ് കൊടുക്കുക മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ ഇതൊന്നും മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അല്ലെ? എല്ലാവരും ഇപ്പോ ജനിച്ചാൽ, ഏതെങ്കിലും കുലത്തിൽ ജനിച്ചാൽ പോലും അവന്റെ കർമ്മം അവർ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളെല്ലാവരും ശൂദ്രന്റെ ജോലിയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ശൂദ്രന്റെ ജോലിയാണ് ചെയ്യുന്നത്. കാര്യം എന്താണ്? അങ്ങനെയാണ് വ്യവസ്ഥ, അങ്ങനെയാണ്.
അത് മാറി, ആ കാലം അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞു. സത്യയുഗത്തിലും അങ്ങനെയുള്ള യുഗത്തിലൊക്കെ ആണ് ഈ ചാതുർവർണ്ണയൊക്കെ കറക്റ്റ് ആയിട്ട് വെച്ചിരുന്നത്. കുറെ കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് അലിഞ്ഞ് പോയി. ഇപ്പൊ അത് എന്താണെന്ന് പോലും ആർക്കും അറിയാത്ത ഒരു അവസ്ഥയിലെത്തി. ഇപ്പൊ ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരു ഇതായി, അല്ലേ? അപ്പൊ പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്ന് അങ്ങനെയാണ് ഇത് ഭിന്ന ചിഹ്നമായി പോയത്. പരീക്ഷ പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. പിന്നെ പ്രഭു, നമുക്ക് ഏകാദശിക്ക് ഭഗവാന് അന്നം നൈവേദ്യമായിട്ട് കൊടുത്തൂടെ? തീർച്ചയായിട്ടും. ഭഗവാൻ ഏകാദശിയൊന്നുമില്ല, നമുക്കാണ് ഏകാദശി ഉള്ളത്, ഓക്കെ അല്ലേ? ഭഗവാൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്താ പറയുക, ഭഗവാൻ ഇഷ്ടമുള്ളത്. അല്ലാതെ നമ്മൾ ചോറ് കഴിക്കില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ചോറ് കൊടുത്തുവിടാന്നില്ല. ഭഗവാൻ ഏകാദശി ഒന്നുമില്ല. ഭഗവാൻ, അല്ലേ, സർവമയമാണ്. ഭഗവാന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുക. നമ്മള് പക്ഷെ അത് കഴിക്കത്തില്ല. നമ്മള് കഴിക്കുന്നത് ഏകാദശി എന്താണ് പ്രസാദം മാത്രം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പൊ നമ്മൾ അന്നം ഭഗവാന് നിവേദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസാദം നമ്മൾ കഴിക്കണമെന്നാണല്ലോ. അപ്പൊ നമ്മൾക്ക് ഏകാദശി ആണെങ്കിൽ നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അത് പശുക്കൾക്ക് കൊടുക്കാം, പശുവിന് കൊടുക്കാൻ പറ്റും. പശുവിന് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അതുകൊണ്ടാണ് നമ്മള് എന്ത് ചെയ്യും, അങ്ങനെയുള്ളതൊക്കെ വർദ്ധിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് മാത്രം ഭഗവാൻ എന്ത് കൊടുക്കുന്നത്. ഭഗവാൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തോളും, കുഴപ്പമില്ല. ഭഗവാൻ ഏകാദശി പ്രസാദം കൊടുത്തെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്, അല്ലേ? ഏകാദശി ദിവസം നമ്മൾ ചോറൊന്നും വയ്ക്കത്തില്ല. വച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ ആണെങ്കിൽ പശുക്കളും ഇല്ല. അല്ല, അങ്ങനെ ചെയ്യത്തില്ല. അല്ല, ഞാൻ ഇല്ലില്ല, അങ്ങനെ ചോദിച്ചു. ചെയ്തു. അല്ല, ഞാൻ മറിച്ച് ചോദിച്ചതിന് ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ഭഗവാന് കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടാണ്, അല്ലേ? ഭഗവാന് കൊടുക്കാം, ഭഗവാന് കൊടുക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ നമ്മളത് എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത വന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കഴിക്കാൻ പറ്റുന്നത് മാത്രമാണ് അന്ന് ഉണ്ടാക്കുക ഏകാദശിക്ക്. അത് ഭഗവാന് കൊടുക്കും. ഭഗവാൻ അത് അക്സെപ്റ്റ് ചെയ്യും. അല്ല, നോർത്ത് ഇന്ത്യൻസിന് അങ്ങനെ ഇല്ല. നോർത്ത് ഇന്ത്യൻസ് പറയുന്ന ഭഗവാന് നമ്മൾ അന്നം നേദിച്ചു കൂടാന്നാണ് പറയുന്നത് ഏകാദശി ദിവസം. അത് തെറ്റായ ധാരണയാണ്. ഭഗവാൻ ഏകാദശി ഇല്ല, നമുക്കാണ്. നമ്മുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ് ഏകാദശിയൊക്കെ വെച്ചിരിക്കുന്നത്. ഭഗവാൻ ഇനി എന്തോ പ്യൂരിഫിക്കേഷൻ ചെയ്യാനാണ്? അദ്ദേഹം പരമ പ്യൂർ അല്ലേ? അബ്സൊല്യൂട്ട് പ്യൂർ ആണ്. ഇപ്പൊ അദ്ദേഹത്തിന് അതൊന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. നമ്മളെ ഒരുപാട് അഴുക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഏകാദശി വ്രതമൊക്കെ എടുക്കുമ്പോഴാണ് നമ്മുടെ ആ അഴുക്കൊക്കെ മാറിക്കിട്ടുക. ഹരേകൃഷ്ണ മഹാമന്ത്രം പറയുമ്പോഴാണ് നമ്മുടെ ആ അഴുക്കൊക്കെ മാറിക്കിട്ടുക. ഭഗവാന്റെ പ്രസാദം കഴിക്കുമ്പോഴാണ് നമ്മുടെ അഴുക്കൊക്കെ മാറിക്കിട്ടുക, അല്ലേ? സത്സംഗം കൊണ്ടാണ് നമുക്ക് നമ്മുടെ ആ അഴുക്കൊക്കെ മാറിക്കിട്ടുക. അതിനു വേണ്ടിയാണ് ഈ ഏകാദശി വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് ഏകാദശി ദിവസം. അപ്പൊ നമ്മള് ഭഗവാന് വേണ്ടി നമുക്ക് താല്പര്യമുള്ള ആഹാരമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, അല്ലേ, ഭഗവാന്റെ പത്രം പുഷ്പം ഫലം തോയം മാത്രം കഴിച്ചിട്ട് ഇരിക്കുമ്പോ ഭഗവാൻ ഭയങ്കര സന്തോഷമാവും. എനിക്ക് വേണ്ടി അവൻ അത്രയും ഒരു ഹോസ്പിറ്റാലിറ്റി എടുത്തല്ലോ, അല്ലെ, എനിക്ക് വേണ്ടി അവൻ അത്രയും വിഷമിച്ചല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് ഭഗവാൻ പറയും. അതിനുവേണ്ടിയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാരജ്. ഹരേ കൃഷ്ണ പ്രഭു. നമ്മളെ ഗുരുവായൂരോ അല്ലെങ്കിൽ ഇപ്പൊ അമ്പലപ്പുഴയിലൊക്കെ നമ്മൾ ഏകാദശി ദിവസം പോവാണ്, നമ്മളോട് പാൽപ്പായസം നടത്താതെ എന്താണെങ്കിലും നമ്മൾ പോരത്തില്ല. അപ്പൊ നമുക്കത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കാമല്ലോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഭഗവാൻ ഓഫർ ചെയ്തത്. ഹരേ കൃഷ്ണ. ഫ്രിഡ്ജിൽ വെച്ചാലൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും പ്രസാദം നമുക്ക് എങ്ങനെയാ കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അന്നത്തെ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ, അല്ലെ, കുറച്ചെടുത്ത് വെളിയിൽ വെച്ചിട്ട് ചൂടാക്കാതെ കഴിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി, തന്റെ പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭുജി, തന്റെ പ്രണാമം. പ്രഭുജി, ഇന്നലെ ഞാൻ തിരുവമ്പാടി അമ്പലത്തിൽ കേട്ടാണ്, സ്വന്തം വീട്ടിനടുത്തുള്ള കൃഷ്ണ അമ്പലത്തില്, ചെറിയ അമ്പലമായപ്പോലും മൈൻഡ് ചെയ്യാത്ത ആൾക്കാര് ഈ ഗുരുവായൂർ വന്നിട്ട് ഇടികൂടുന്ന അതിന്റെ ലോജിക്ക് എന്താണെന്നൊരു, അദ്ദേഹം കേരള കോളേജ് പ്രൊഫസർ ആയിട്ടുള്ള ഒരാളാണ്. അയാൾ പറയാണ്, ഒരിക്കൽ പോലും തൊട്ടടുത്ത അമ്പലത്തിൽ, കൃഷ്ണ അമ്പലത്തിൽ പോകാത്ത ആൾക്കാർ ഇവിടെ വന്ന് ഷോ കാണിക്കലും സെൽഫി എടുക്കലും എല്ലാം എന്തെല്ലാം പരിപാടികൾ കാണിക്കാമോ അതെല്ലാം കാണിക്കും. അത് ഒന്ന് അവയർനെസ് ചെയ്യണമെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ, സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ അതൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രഭു? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെയൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റുമോ? കൂടുതൽ ആൾക്കാരും വന്ന് ഷോ കാണിക്കാനാണ് വരുന്നത്, അല്ലേ? ഞാൻ ഗുരുവായൂരിൽ പോയി എന്ന് പറയാൻ വേണ്ടിയാണ്, അല്ലേ? ഭഗവാനെ കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ ഗുരുവായൂർ പോയി, നമുക്കത് വലിയ പാടാ ബ്രോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണുന്നവരടുത്തൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, അതല്ല നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? ഭഗവാൻ നമ്മളെ കാണത്തക്ക രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വേണം പറയാൻ. പക്ഷേ എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി അവർ വിചാരിക്കും നമുക്ക് എന്തോ വട്ടാണ്, എന്തോ കുഴപ്പമുണ്ട്, എവിടെയോ ലൂസ് ആണെന്നാണ് അവർ വിചാരിക്കുക, അല്ലേ? നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെ? എന്നാലും നമുക്ക് ശ്രമിക്കാം, അത്രയേ ഉള്ളൂ. പ്രഭു പറയുന്നിടത്ത് പറയാൻ പറ്റുന്നിടത്തൊക്കെ പറയാം, അവരോട് തന്നെ പറയാം. നമ്മളൊരു ദിവസം എന്താണ് അമ്പലത്തിന്റെ പേര് വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് ആറന്മുള. ആറന്മുള, ശരി. ആറന്മുള അമ്പലത്തില് കയറുമ്പോ നട അടച്ചിരിക്കുക. അവിടെ ഞങ്ങള് ഒരു 10-15 മിനിറ്റ് നിൽക്കേണ്ടി വന്നു, ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. ക്യൂവിലല്ല, അവിടെ ഇങ്ങനെ തിരക്കാണ്, ക്യൂ ഒന്നുമില്ല, അവിടെ തിരക്കുന്ന. അവിടെ ഡോർ അങ്ങോട്ട് തുറക്കുന്നത് എടുത്തൊറ്റ ചാട്ടം എന്ന് പറഞ്ഞ് നിൽക്കുക എല്ലാവരും. അതിനിടയിൽ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ, വൈഫല്ല, എൻ്റെ വേറൊരു പ്രഭു ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആ സമയം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ മാല ഉണ്ടായിരുന്നു, മാല ജപിച്ചു തുടങ്ങി. അയ്യോ, അവിടെ നിന്നവരൊക്കെ വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്ന രണ്ടുപേര് ഇതാ ഇവിടെ നിൽപ്പുണ്ട്. നമ്മള് ഡ്രസ്സും അങ്ങനെയാണ്, വൈഷ്ണവ ഡ്രസ്സും അങ്ങനെയാണ്, വേറെ ആരുടെ കയ്യിലും ഇല്ലാത്ത ഒരു സഞ്ചിയൊക്കെ തൂക്കി അതിനകത്ത് കൈയിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, അല്ലെ? ആ സഞ്ചിക്കകത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആരോ കണ്ടതുപോലെയാണ്. ഞങ്ങൾ അടുത്തിരുന്നവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ ഒരു ദോഷം വരില്ല കേട്ടോ, പറഞ്ഞോളൂ പറഞ്ഞു. 2-3 പേരൊക്കെ കേട്ടു. മറ്റുള്ളവർ ഇങ്ങനെ വളരെ ദൂരെ മാറി ഒന്ന് തുറിച്ചു നോക്കുകയാണ്, ഇവരൊക്കെ എവിടുത്ത് വന്നതാണ് എന്നുള്ള ഒരു വിഷമത്തിലാണ്. ചിലരൊക്കെ ഇങ്ങനെ വളരെ എന്താ പറയാ, എന്തോ ഒരു നികൃഷ്ടമായ ജീവിയെ കാണുന്ന പോലെ അവരിങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ 2-3 പേരാണ് നമ്മളോടൊപ്പം ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു തുടങ്ങിയത്. നമ്മളോട് ഉറക്കെ ജപിച്ചു, ബാക്കിയുള്ളവർ കേട്ടെങ്കിൽ അവർക്ക് പുണ്യം കിട്ടണമെന്ന് ചോദിച്ചു. അതാണ് നമ്മുടെ സമൂഹം പ്രഭുജി. ഒരു രക്ഷയില്ല. എന്ത് ചെയ്യാനൊക്കെ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. കേൾക്കാനുള്ള ഒരു ഭാഗ്യം അവർക്ക് ഉണ്ടാവണം, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം കൂടെ അവർക്ക്, ആ ഒരു നന്മയും കൂടെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ അതാണ് ഞാൻ പറഞ്ഞത്, ഭഗവാന്റെ ആ എലിമെന്റ് വേണം. ഭഗവാൻ തഥാസ്തു പറഞ്ഞാലേ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവര് എത്രയോ ജന്മങ്ങൾ എടുത്തിട്ട് പിന്നെ വരും. പിന്നെ എന്തെങ്കിലും ആറന്മുള വരുമ്പോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ഇതെന്താണെന്ന് അവർ ചോദിക്കും, അല്ലേ? എന്നാ എനിക്കും കൂടി തരുമോ എന്ന് ചോദിക്കും. എന്നെങ്കിലും അവർ ചോദിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇറ്റ് ഈസ് ടുമോറോ, നോട്ട് ടുഡേ. ഹരേ കൃഷ്ണ.